സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മൊഡ്യൂൾ 6 ആണ്. ഇമോഷണൽ കൺട്രോൾ, ഭാവനിയന്ത്രണം എന്ന് പറയാം നമുക്ക്. ഓക്കെ, നമുക്ക് പലപ്പോഴും നമുക്ക് പല ബന്ധങ്ങളിലും പല ജീവിതങ്ങളിലും ഈ പറഞ്ഞ ഇമോഷണൽ കൺട്രോൾ ഇല്ലെങ്കിൽ ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ബുദ്ധി ഉണ്ടാകുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ഭാവങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയവൻ എന്നുള്ളതാണ്. ഓക്കെ, ഈ കോപം, സമ്മർദ്ദം ഒക്കെ, അതുപോലെ തന്നെ നിരാശ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം. അതായത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങൾ അതൊക്കെ, കോപം, സമ്മർദ്ദം, നിരാശയൊക്കെ. പക്ഷേ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് എപ്പോഴും കാര്യം എന്നുള്ളതാണ്. ഇനി നമുക്ക് ആങ്കർ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എല്ലാവർക്കും ദേഷ്യം വരും. ആ ദേഷ്യത്തെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യണം. ഓക്കെ, ഈ കോപം വരുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കോപം വരികയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പേസിലാണ് കോപം വരിക, അല്ലെങ്കിൽ ആ സന്ദർഭത്തിലാണ് കോപം വരിക. അവിടെ നിന്ന് നമ്മളൊന്ന് മാറി നിൽക്കുക വേറെ എവിടേക്കെങ്കിലും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, 1 മുതൽ 10 വരെ കൃത്യമായിട്ട് കൗണ്ട് ചെയ്യുക. ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ 1 2 3 4 5 6 അങ്ങനെ എണ്ണിപ്പോയിട്ട് 10 എണ്ണം പറഞ്ഞ് എണ്ണാം. വേഗം ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദേഷ്യം കുറഞ്ഞു വരുന്നതാണ്. പിന്നെ കുറച്ച് എന്താ ചെയ്യുക, ശാന്തമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പെട്ടെന്ന് പ്രതികരിക്കരുത്, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ കോപം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് 1 മിനിറ്റ് കോപം കൊണ്ട് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാകുന്ന അവസ്ഥയിൽ വരും. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. അതായത് നമ്മൾ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും. ഇപ്പോൾ ജോലി, കുടുംബം, പണം, ഭാവി എല്ലാം സമ്മതം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് സമയം കൃത്യമായിട്ട് ക്രമീകരിക്കുക. കൃത്യമായിട്ട് നല്ല രീതിയിൽ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക. മൾട്ടിപ്പിൾ ടാസ്കിങ് ഒഴിവാക്കുക മാക്സിമം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറങ്ങുക, വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ശ്വസിക്കുന്നുണ്ട് മാത്രം സംസാരിക്കുക, എന്നും പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സ്ട്രെസ് നമുക്ക് മുഴുവൻ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ നമ്മൾ മാനേജ് ചെയ്യണം. സ്ട്രെസ് പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അതിൽ അതിജീവിക്കാൻ പറ്റുള്ളൂ അതിന്. ഓക്കെ, ഇനി പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യൽ. അതായത് നമ്മൾ പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷേ വലിയ കാര്യങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും. നമ്മൾ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യാൻ കാര്യത്തിന് വേണ്ടിയിട്ട് ക്ഷമ എന്ന സംഭവം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പഴമുണ്ടാവണമെങ്കിൽ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആപ്പിൾ മരമാണ് വിചാരിക്കാം. ഈ ആപ്പിൾ നമുക്ക് 2 ദിവസം കൊണ്ട് ഉണ്ടാവില്ല, ഒരാഴ്ച കൊണ്ട് ഉണ്ടാവില്ല. കൃത്യമായിട്ട് വളം കിട്ടിയതിന് ശേഷം കൃത്യമായിട്ട് സമയം എത്തുമ്പോൾ മാത്രമേ കാഴ്ച നമുക്ക് സാധനം കയ്യിലേക്ക് കിട്ടുള്ളൂ. അതുപോലെയാണ് നമ്മൾ ക്ഷമയുടെ കാര്യം പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നിവിടെ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ദേഷ്യം വരുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ചെയ്യുക, 10 പേർന്ന് കൗണ്ട് ചെയ്യുക. അതങ്ങനെ ദേഷ്യം വരുമ്പോൾ നമ്മളങ്ങനെ ഒന്നെങ്കിൽ ഉറക്ക എണ്ണാണ്ടിരിക്കാൻ നല്ലത് ഒരു കണക്കിന്. അല്ലെങ്കിൽ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, സൈലൻ്റായിട്ട് എണ്ണിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക, മാക്സിമം മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രെസ് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി നമ്മളെന്ത് ചെയ്യുക, 8 മണിക്കൂർ ഉറങ്ങുക. എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യത്തിനും നമ്മൾ സമയം വെക്കുക. അതായത് ഓരോ കാര്യം ചെയ്യാൻ ഓരോ സമയം ഉണ്ടാകുക, അത് വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക, പ്രയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇത് പറയുമ്പോൾ നമ്മൾ 3 കാര്യം എന്ന് പറഞ്ഞത്. ആ 3 കാര്യം എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ആങ്കർ മാനേജ്മെൻറ്റ്, രണ്ടാമത്തെ കാര്യം സ്ട്രെസ് ഹാൻഡ്ലിങ്, മൂന്നാമത്തെ കാര്യങ്ങൾ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യരുത്. ഇതിനുള്ള കണ്ടൻറ്റാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എത്ര കാര്യം ചെയ്യാൻ പറ്റും അത് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി നമ്മളടുത്ത് വരുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ അടുത്ത് ആൾക്കാർ കാണിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ,
അപ്പോൾ ആ പ്രശ്നങ്ങളോട് നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കാം, അത് നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി നമ്മൾ ദേഷ്യത്തെ നമ്മൾ അടക്കി പിടിക്കുക, സ്ട്രെസ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ പേഷ്യൻസ് സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യും തോറും നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ ജീവിതം മാറാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആങ്കർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, സ്ട്രെസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നതും പേഷ്യൻസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതും. അപ്പോൾ ഇമോഷണൽ കൺട്രോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പാലിക്കാൻ ശ്രമിക്കുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ചുമ്മാ കണ്ടുപോയി കഴിഞ്ഞാൽ യാതൊരു യൂസും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.